ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ആയിട്ടേ ഉള്ളൂ, സമയം ഒരു 6:30-7 മണിയായി കാണും. ഞാൻ എന്തൊക്കെയോ പണികളിലാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത് എപ്പോൾ വീഡിയോ എടുക്കാനും മോർണിംഗ് വീഡിയോ എടുത്താൽ മുഖം ഒരുമാതിരി കടന്നു കുത്തിക്കൊല്ലിക്കുക. അതെന്താ അറിയില്ല കേട്ടോ, തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ ആരെങ്കിലും വർത്താനം പറയാനൊന്നും ആരുമില്ലല്ലോ. അതുമല്ല, നമ്മൾ എണീറ്റ് വന്നതിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ മുഖം ഒരുമാതിരി ശോകമൂകമായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ശരിയാകും. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഇത് ഞാനിങ്ങനെ വോയിസ് കൊടുക്കാൻ നേരത്ത് ഈ മുഖം എന്താണ് അപ്പം ഇങ്ങനെ ഇരിക്കണേ എന്നുള്ള കാര്യമായിട്ട് ഇപ്പോഴാണത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു പാവയ്ക്ക തോരൻ വെക്കാമെന്നുള്ളത്. അപ്പം ഈ ഫോണിന് എന്താണെന്നറിയില്ല, ഇതിന് ബാക്ക് ക്യാമറ ഇട്ട് കഴിയുമ്പോൾ ഒരുമാതിരി മഞ്ഞ കളറിലിരിക്കുന്നു, സഹിക്കാൻ പറ്റാത്തൊരു കളർ. അപ്പം പാവയ്ക്ക തോരൻ, ഒരു പാവയ്ക്കയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ രണ്ടാൾ കഴിക്കാറുള്ളൂ, പകുതി കറി വെച്ചാലും 2 ദിവസം കഴിക്കാനുണ്ടാവും. അത്രയും ഭയങ്കര കഴിപ്പുകാരാണ് ഞങ്ങൾ. പിന്നെ അവളാണ് ചിലപ്പോൾ ഒരു ശകലം കൂട്ടിയാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം അത് ചെയ്യുമ്പോഴും എൻ്റെ ആകെപ്പാടെ മൂകതയാണ് കേട്ടോ. ആദ്യം ഭയങ്കരമായിട്ട് തണുപ്പുണ്ടായിരുന്നു, അത് പറഞ്ഞ് സെറ്ററൊക്കെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. മിനിറ്റിന് ഡ്രസ്സ് മാറുന്നത് വേറൊന്നും കൊണ്ടുമല്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കും. കുളിപ്പിക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ കുളിപ്പിച്ചിട്ടാണ് അവൾ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അവൾ ആ പൈപ്പ് എടുത്ത് എൻ്റെ ദേഹത്തേക്ക് വെള്ളം ചീറ്റി വിടും. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് കുളിക്കും, അപ്പം പിന്നെ ഡ്രസ്സ് മാറണം. പിന്നെ ഓരോ വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മൾ ഓരോ ഡ്രസ്സ് മാറിക്കൊണ്ടേ ഇരിക്കും, അതായത് ഷോർട്ട് വീഡിയോസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ തന്നെ ഒരു 16 ഡ്രസ്സ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി എത്തിയേക്കുമായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിയിട്ടത് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നതാണ്. പേടിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ എന്തെങ്കിലും ചോദിച്ചു കേട്ടോ. സാധാരണ കയറുമ്പോഴേ അവള് ഇവിടെ എൻ്റെ അടുത്താണ് വന്ന്, എൻ്റെ കൂടെയാണ് വന്ന് വണ്ടി കയറുന്നത്. ഡ്രൈവിംഗ് സീറ്റിലൊന്നും ഇരുന്നിട്ടാ ഇപ്പത്തോട്ട് വരാറുള്ളൂ. അപ്പം ഇങ്ങോട്ട് മാറ്റും, അപ്പത്തേനും വരും, ഇങ്ങനെ നോക്കും അമ്മ എന്തെയാന്ന്. അതുപോലെ ഇന്നും ചോദിച്ചു, ഒരുമിച്ച് അങ്ങ് പോവാണെന്ന്. പക്ഷെ അവൾക്ക് പേടിയില്ലാന്ന് തോന്നുന്നു. അവളിരുന്നു കേട്ടോ, ഓക്കെ ആയിട്ട് ഇരുന്നു. ഓ, ചീറ്റുപോലത്തൊക്കെ ആയിട്ട് ഇരുന്നു എൻ്റെ കുഞ്ഞ. വരുവാണോ? എടുക്കാം, അമ്മ എടുക്കാം. വാ ചാടി. ആദ്യമല്ല, അത് റിച്ചു ചേട്ടായി. നിക്ക്, അമ്മ ഫോട്ടോ എടുക്കാം. എന്നത് വാ, ചാടി കയറിയോ അമ്മ, ചാടി കയറടി. ആ ശരി, ഓക്കെ. ഞങ്ങൾ ചെറിയൊരു ഷൂട്ടായിരുന്നു കേട്ടോ, ചെറിയൊരു പ്രൊമോഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, പിടിച്ചോണേ. പേടിയാവുന്നു എനിക്ക് അവള് കയറി പോന്നാണ്ട്. ഓ, എന്താ അവൾക്ക് പേടിയില്ല, അതുകൊണ്ട് അവള് പോകുന്നു. എനിക്ക് പേടിയുള്ളത് കൊണ്ടും പേടി വീണത് കൊണ്ട് എനിക്ക് പേടി കൂടിയത് കൊണ്ടും ഞാൻ ഓരോ സ്റ്റെപ്പും അളന്നളന്നേ കയറി പോകുന്നു. ഇത് ഇപ്പം കയറുമ്പോൾ എൻ്റെ കാലിനൊരു വിറയലാണ്. ഓ, അന്നത്തെ വീഴ്ച ഓർക്കുമ്പം ഇന്നും എൻ്റെ കർത്താവേ, ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു വിധി വരുത്തരുത്. അല്ല, ദൈവം അനുഗ്രഹിച്ചൊന്നും പറ്റിയില്ല കേട്ടോ. എന്ത് കുഞ്ഞുമണി, കയറിപ്പോ കയറിപ്പോ. എൻ്റെ ഉണ്ട്, ലോക്ക് ചെയ്തായിരുന്നോ? കോല, അയ്യോ, അത് കൈ മേടിച്ചോ ചാച്ചാ. ചേട്ടാടെ കയ്യിൽ നിന്ന് അതൊക്കെ മേടിച്ചോളെ. ഇനിയുണ്ടോ? ഓ മൈ ഗോഡ്, ഞാൻ അതിന് വണ്ട മുറിച്ചതല്ലേ. ഞാൻ ഓർത്ത ചക്ക മുഴുവന് വന്നി. അത്രയും സാധനം ചേട്ടാ എടുക്കുവോ? അവിടെ വെയ്യ. എൻ്റെ അമ്മേ, ഇടയ്ക്കിടയ്ക്ക് വരണേ. നിക്കാച്ച വരും, അവിടെ വെക്കാ ചാച്ച, അവിടെ വെച്ചോ. എന്നിട്ടും ചേട്ടാ ഇങ്ങ് എത്തും. അയ്യോ, അവിടെ വെയ്യ, അവിടെ വെയ്യ, അവിടെ വെയ്യ, അവിടെ വെച്ചോ. അത് സാരമില്ല. അപ്പോൾ ചക്കയൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വികാരമാണ്. ഈ കളറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് എന്തോ സംഭവം പ്രശ്നമുണ്ട് കണ്ടോ. ഫ്രണ്ട് ക്യാമറയിൽ ചക്ക ഇരിക്കുന്നത് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ തമ്മിലുള്ള ഡിഫറൻസ് മഞ്ഞ കളറിലിരിക്കുകയാണ് കേട്ടോ.
അപ്പം ചക്കയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചക്ക കിട്ടിയാൽ എനിക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ അത് പുളിച്ചു പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് ചക്ക എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അത്രയും ഭയങ്കര കാര്യമാണ് ചക്ക. അപ്പോൾ ഇപ്പോൾ ഈ താഴെ കൂടെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ കുറേ നേരം ഇതിൽ ഓടി നടന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ താഴെ മേളിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഇവിടെ ആകുമ്പോൾ കുറേ കൂടി സ്പേസ് ഉണ്ട് ഓടി നടക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറക്കിക്കൊണ്ട് വരും കേട്ടോ. അപ്പോൾ കുറേ സമയം ഇതിലേക്ക് നടക്കും. അങ്ങനെ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. റോഡിൽ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 16 കണ്ണുമായിട്ട് ചുറ്റിനുകൊണ്ട് എന്നിരുന്നാലും നമ്മൾ ഗേറ്റൊക്കെ അടച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, വോയിസ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് വീഡിയോ എടുക്കാൻ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇയാൾ ഓടിയെത്തും കേട്ടോ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് ഈ താഴെ ഇറങ്ങി വന്നത്. ഞങ്ങൾ എപ്പോഴും തന്നെ ഇറങ്ങി വരും കേട്ടോ. ആദ്യമൊന്നും ഞാൻ ഇറങ്ങില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് സ്റ്റെപ്പ് ഞാൻ വീണതിന് ശേഷം. പക്ഷേ എന്നാലും ഇറങ്ങി വരും കേട്ടോ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങാനാണ് എനിക്ക് ഭയങ്കര പേടി, കാരണം അവൾക്കിപ്പോൾ തന്നെ നടന്ന് കയറണം, തന്നെ ഇറങ്ങി വരണം, അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം അന്ന് ആ വീണതിന് ശേഷം എനിക്ക് സ്റ്റെപ്പ് കാണുന്നതേ പേടിയാണ്, എന്താണെന്നറിയില്ല. കാരണം അതുമാതിരി ഒരു വീഴ്ചയാണ് കേട്ടോ ഞാൻ വീണത്. അപ്പോൾ അച്ഛയാണെങ്കിൽ ഇവിടുത്തെ കാടൊക്കെ വെട്ടി തെളിക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിലും ഈ വീട് പരിസരം മുഴുവൻ വൃത്തിയാക്കുന്ന അച്ഛയാണ് കേട്ടോ. വീടിൻ്റെ മേളുവശമൊക്കെ വൃത്തിയാക്കാൻ ഞാനുണ്ടെങ്കിലും അടിവശം വൃത്തിയാക്കുന്നത് ഫുള്ള് മച്ച തന്നെയാണ്. അപ്പം ഇവിടുത്തെ പുല്ലൊക്കെ കുറച്ച് വളർന്നു, കാരണം മഴയൊക്കെ പെയ്തപ്പം നല്ല രീതിക്ക് പുല്ലൊക്കെ കയറി വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീഡിയോ എടുത്തതിൻ്റെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് മമ്മി പറഞ്ഞാണ് കേട്ടോ, മമ്മി ഏതൊരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചക്കക്കുരു, നമുക്ക് ചക്കയുള്ള സമയത്തല്ലേ ചക്കക്കുരു കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചക്കക്കുരു കുറേ നാളത്തേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം മൊത്തം വെള്ളത്തിലിട്ടിട്ട് തണലത്ത് ഉണങ്ങിയെടുത്ത് കാറ്റ് കയറാതെ വെക്കുവാണെങ്കിൽ, അതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറേ നാളിരിക്കും, 2 വർഷം വരെ ചക്കക്കുരു ഇരിക്കും എന്നാണൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ചക്കക്കുരു മാങ്ങയൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇത്രയും അതിന് ഫാൻസ് ഇല്ലായിരുന്നു, പക്ഷേ ഈ വർഷം അതിന് ഭയങ്കര ഫാൻസാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു ചെടിയാണ് കേട്ടോ. അപ്പം ഞാനൊരു പുതിയ ചെടിച്ചട്ടിയൊക്കെ വാങ്ങി നിറയെ കല്ലൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടി പിടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് കാണുമ്പം ഭയങ്കര ഒരു രസം, നമുക്ക് രാവിലെയൊക്കെ എണീറ്റ് വന്നിത് കാണുമ്പം എന്താ പറയുക, ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇവിടെ ഒരു മാർക്ക് നിങ്ങൾ കണ്ടോ, അത് വേറൊന്നുമല്ല, ആ കുഞ്ഞ് കടിച്ച് പറിച്ചതാണ്. ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് കടിച്ച് പറിക്കും കേട്ടോ. പല്ല് വരുന്നതിന് മുമ്പ് തൊട്ടേ കടിക്കാൻ തുടങ്ങിയതാണ് നല്ല രീതിക്ക്. അപ്പോൾ ഇങ്ങനെ കടിച്ചിട്ട് നമ്മുടെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോകട്ടോ. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ലോങ് വീഡിയോയേക്കാൾ ഷോർട്ട് വീഡിയോയേക്കാൾ ഇഷ്ടം ലോങ് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷം. അപ്പം ചുമ്മാ അന്നേരം തോന്നിയ ഒരു മൈൻഡിൽ വന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോ എങ്കിലും ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഒത്തിരി പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചു കേട്ടോ, കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഇടയ്ക്കൊക്കെ അതുപോലെയുള്ള ചലഞ്ച് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. പറഞ്ഞില്ല, നമ്മളിപ്പം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടുന്നില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം, അത്രയൊക്കെ ഉള്ളൂ. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വന്ന കുറച്ച് കമൻസുകൾക്ക് ഞാൻ ആൻസറായിട്ട് പറഞ്ഞേ ഉള്ളൂ, പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിലാണ് ഞാൻ വർക്കിന് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, പോകുന്നുണ്ടോ എന്നറിഞ്ഞപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കമൻസ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സന്തോഷത്തിലും ഒക്കെ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കാരണം വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ.